മതി അല്ലി മഞ്ചി ചിപ്പി ചപ്പിയൊക്കെ ഇറങ്ങി എവിടെ ഒരു ട്യൂബ് ലൈറ്റ് കണ്ടാലും കെട്ടി എടുത്തോളും. ശശികല ചാർത്തി എന്നും പറഞ്ഞൊരു സിനിമാറ്റിക് കളി 15 വർഷമായിട്ട് ഞാൻ കാണുന്നു. നിർത്തിക്കൂടെ മക്കളെ, ഇറങ്ങും. മതി മതി. അയ്യോ മാമനല്ലേ പറഞ്ഞത് ഞങ്ങൾ വളർന്നു വരുന്ന കലാകാരികളാണ്, ഞങ്ങളടുത്ത് വന്ന് ഡാൻസ് ചെയ്യാൻ. അയ്യോ എന്റെ കലാകാരി ഇറങ്ങി വന്നേ. ആ മുഖത്തിരിക്കുന്നേക്കാ പാറക്കല്ലി വരച്ചങ്ങ് കള. വളർന്നു വരുന്ന കലാകാരി. ആഹാ ബാലക്കാരിക്ക് എത്തിയല്ലോ. അയ്യോ ഓച്ചമ്പാർ ചന്ദ്രണ്ണ ഇനി കേറി വന്ന എടേ ആ അതൊക്കെ ഒന്ന് പിടിച്ചുകൂടാ. അവര് പെട്ടെന്ന് ബാലേ നോക്കട്ടെ, പെട്ടെന്നാവട്ടെ. അയ്യോ ആ ബാലേക്കാരിയെ നോക്കിക്കൊണ്ടിരിക്കാതെ ഇനി ബാലേ കയറി. ഈ കമ്മിറ്റിക്കാർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാനാണ് ഇവിടുത്തെ കമ്മിറ്റിക്കാരൻ. ബാല തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഇടപാട് അങ്ങ് തീർക്കായിരുന്നു. രാജു എന്താ ആ വടിവാളുമായിട്ടിങ്ങി വന്നേ. എവന്റെയൊക്കെ ഇടപാട് അങ്ങ് തീർത്തേരെ. അയ്യോ അതല്ല, പിന്നെ ഈ പരിപാടി തുടങ്ങുന്നേക്കാൾ മുമ്പ് ഞങ്ങളുടെ കാശ് അങ്ങോട്ട് തന്നേക്കാമോ? അയ്യോ ഞങ്ങൾ ഇവിടുത്തെ ഡീസന്റ് പാർട്ടിയാ. ബാലെ തീരുന്നതും ക്യാഷ് എണ്ണി അങ്ങ് കൈ തരും. തരുമല്ലോ? തീർച്ചയായിട്ടും. ഉറപ്പാണല്ലോ? ഉറപ്പ്. മറ്റവന്മാരെ പോലെ പറ്റിക്കില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. വേറെന്തെങ്കിലും വേണോ? ഇതാണ് ഞങ്ങളുടെ സ്റ്റേജ് ലിസ്റ്റ്. ആ ഒന്ന് വായിച്ചേ. 2 ബക്കറ്റ് വെള്ളം, എണ്ണ, സോപ്പ്. അതാണ് അമ്പലക്കുളം. അവിടെ പോയി അടിച്ച് നനച്ച് കുളിച്ചിട്ട് പരിപാടി തുടങ്ങിയാൽ മതി. അയ്യോ ഇത് കുളിക്കാനല്ല, പിന്നെ സ്റ്റേജിലേക്കാണ്. വേറെന്തെങ്കിലും വേണോ? പിന്നെ ഒരു കാര്യം, ഒരു കേസ് സോഡ വേണം. വെള്ളമടിയൊക്കെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഒഴിച്ചു തരും. അതാ ഇവിടുത്തെ നിയമം. അയ്യോ വെള്ളം അടിക്കാനല്ല, പിന്നെ ആർട്ടിസ്റ്റുകൾക്ക് കുടിക്കാനാണ്. അതും കൊണ്ടുതരും. വേറെന്തെങ്കിലും വേണോ? പിന്നെ ഒരു കുപ്പി പെട്രോൾ വേണം. അപ്പൊ തീ കൊണ്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അല്ലെണ്ണ, പിന്നെ എന്റെ വണ്ടി പെട്രോൾ തീർന്ന ജംഗ്ഷനിൽ ഇരിക്കുക. ഇതുകൊണ്ട് ഒഴിച്ചിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ. അതും ഞങ്ങളുടെ ചെലവിൽ. അങ്ങനെ ഒരു പ്രത്യേകത കൂടി എനിക്കുണ്ട്. എന്നാ എടാ ഈ കെട്ടി തൂക്കിട്ടൊക്കെ ഇന്ന് കത്തുവോ? അല്ല ഇതെവിടെയും കത്തുന്നാണ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് തന്നെയാണ് ഇന്ന് സംഭവിക്കാൻ പോണം. പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ ഞെട്ടിച്ചോണ്ട് ഇതെല്ലാം കത്തിക്കും. അയ്യോ വേണ്ടായേ. അന്നിന്റെ ശരീരം തൊട്ടെ. ഇതില് ശരീരം തൊട്ടെ. അതെ തൊട്ട്. അപ്പൊ ഇതാണ് സൈസ്, ഇത് ന്യൂട്രൽ. കൊള്ളാം. ചന്ദ്രന നമ്മുടെ ബാല കോമഡി ബാലെന്നല്ലയോന്നാ പറഞ്ഞേക്കുന്നത്. അതെ. ആരെങ്കിലും ചിരിക്കുവന്നാ? എടാ നീ എന്താ വിചാരിച്ചേക്കുന്നത്? ചിരിക്കാൻ വേണ്ടിയല്ലേ 10-20 സിനിമാറ്റിക് ഡാൻസുകാരെ പിടിച്ച് ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരുത്തേക്കുന്നത്. അവരെന്ത് കണ്ടാലും ചിരിച്ചോളും. നിനക്ക് സംശയമുണ്ടോ? എടാ സുരേഷ് ഇടുവന്നേ. എടാ നിന്റെ കൂട്ടുകാരൊക്കെ റെഡിയാവും. നീ ഒന്ന് ചിരിച്ചു കളിച്ചേ. ആ കൂട്ടുകാരോടൊന്ന് ചിരിക്കാൻ പറഞ്ഞു. എടാ അന്ന പറയും ചിരിക്കാൻ. ചിരി ചിരി ചിരി. അപ്പൊ ഓക്കെ ആണല്ലോ. നല്ല നല്ല കോമഡി സീൻ വരുമ്പോ പൊട്ടി ചിരിച്ചോളൂ. അപ്പൊ ഓക്കെ കാണാം. പരിപാടി അപ്പൊ ബാല തുടങ്ങും. എല്ലാവരും റെഡിയാണല്ലോ. കണ്ടോ, ബാല തുടങ്ങുന്നതിന് മുമ്പേ കയ്യടി തുടങ്ങി. അയ്യോ അവിടെ കയ്യടി അല്ലെന്നാ. പിന്നെ നമ്മുടെ നാട് രമണിയെ മുഖത്ത് പൊട്ടിയിടുന്ന ശബ്ദമാ. എങ്ങനെയുണ്ടെന്നാ ഈ ഏരിയ? നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. 10-25 വർഷമായിട്ട് ഈ തട്ടേ കിടന്ന് കളിച്ച് വളർന്നവനാ ഈ ചന്ദ്രൻ. അറിയോ, ഇവിടത്തെ കൊച്ചു പിള്ളേർക്ക് വരെ എന്നെ അറിയാം. ഒരൊറ്റ കുഞ്ഞു പോലും ചലിക്കില്ല. ഒന്നെങ്കിൽ നീ ഇതൊന്ന് നിർത്തണം, അല്ലെങ്കിൽ ഞങ്ങളിവിടെ കോൺഗ്രസ് പണിക്ക് വന്നേക്കണം. ഹലോ, അതെ അതെ ചന്ദ്രൻ തന്നെ. വേണ്ട വേണ്ട വേണ്ട, കർപ്പൂരവും ശൂലവും ഒക്കെ ഞാൻ കൊണ്ടുവരാം. എത്തിയേക്കാം. തൃക്കാക്കര ക്ഷേത്രമല്ലേ, ബസ് ഇറങ്ങിയിട്ട് നേരെ നടന്നു വരുന്ന വഴി. ഓക്കെ ഓക്കെ ഞാൻ എത്തിയേക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ അണ്ണാ, പുതിയ ബാല്യ ബുക്കിംഗ് ആയോ? കഴിഞ്ഞ തവണ നമ്മൾ പരിപാടി നടത്തിയ അമ്പലത്തിലെ കമ്മിറ്റിക്കാരാ. അവിടുത്തെ കുറച്ച് ചെറുപ്പക്കാർക്ക് നമ്മളെ കിട്ടിയില്ലെന്നോ അവരുടെ കൈത്തരിപ്പ് തീർന്നില്ലെന്നോ എന്തൊക്കെയോ. എന്റെ നാക്കി ശൂലം കേട്ടണമെന്നോ കയ്യിൽ കർപ്പൂരം കത്തിക്കണമെന്നൊക്കെയാണ് അവരുടെ ചിന്ത. ചെറുപ്പക്കാരുടെ ഹോബിയല്ലേ, ഇന്നും കൊടുത്തേക്കാം. അണ്ണാ അണ്ണ എല്ലാരും റെഡിയായി, ബാല്യ തുടങ്ങാം. ശരി തുടങ്ങിയേക്കാം. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ഇവിടെ ഇത്രയും മുറുക്കുണ്ടോന്ന് അയച്ചു പിടി. സഹോദരൻ, ഞങ്ങളുടെ ബാല് ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പഞ്ചായത്തിലെ എല്ലാവിധ വെളിച്ച വിധാനങ്ങളും അണച്ചു തരണമെന്ന് ഒരപേക്ഷ. ഗ്രീൻ റൂമിലെ ലൈറ്റ് അണയ്ക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം സ്ലിപ്പോൺ ചെരുപ്പിന്റെ ഏറുകൊണ്ട് മരിച്ച ഞങ്ങളുടെ അനുഗ്രഹീത നടൻ
പട്ടണക്കാട് പ്രബലന്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ഒരു ഫുള്ളും 2 സോഡയും തൊട്ടു നോക്കാൻ അച്ചാറും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ബാല് ആരംഭിക്കുന്നു. സംപൂജരായ ഗുരുജനങ്ങളെ, ഞങ്ങളുടെ ബാലയുടെ പേര് അമ്പ് കണ്ടാൽ അറിയാവുന്ന വിടുന്നവന്റെ ആവനാഴി. ഭക്തികരട്ടോ തുമ്പിക്കൈയിൽ മോദകമേന്തി ഉണ്ണിഗണപതി. ചിരിക്കല്ലേ, ഇത് ഭക്തിഗാനമാണ്. ഭക്തി. രംഗം 1. ഋഷികേശ മഹാരാജാവ് നായാട്ടിനായി കാട്ടിലേക്ക് പോകുന്നു. എത്ര മനോഹരമാണ് ഈ ഗാനം. കാതോർത്തു നോക്കിയാൽ പക്ഷികളുടെ മനോഹരമായ കളകളാരവ ശബ്ദം കേൾക്കാം. മഹാരാജൻ എന്താണോ തന്റെ കൂടെ വന്ന ആ സേനാപതിയുടെ? തേങ്ങാപ്പൊതിയോ? അല്ല, സേനാപതിയുടെ. അത് സങ്കടമുണർത്തിക്കുന്ന കാര്യമാണ് പ്രഭു. പറഞ്ഞാലും അങ്ങയ്ക്ക് വേണ്ടി ദാഹജലം തേടിപ്പോയ സേനാപതിയെ ഘോരവനത്തിൽ വെച്ച് പുലി പിടിച്ചു. ഈശ്വര, ഞാനിതെങ്ങനെ സഹിക്കും? എന്റെ സേനാപതി. ഒരു മിനിറ്റ്. എടാ സുരേഷേ, ഇപ്പൊ ചിരിക്കില്ലേ? ഇത് ബാലയുടെ മെയിൻ സെന്റിമെന്റ് സീനാ. കോമഡി സീൻ പിന്നെ വരും. അപ്പൊ ചിരിച്ചാ മതി. ബാക്കിട്ടോ. ഹലോ, ഋഷികേശ മഹാരാജാവാണോ? അതെ, ഋഷികേശ മഹാരാജാവ് തന്നെയാണ്. ഞാനേ അയൽപക്കത്തെ ശശി മഹാരാജാവാ. എന്താണ് ശശി മഹാരാജൻ വിളിച്ചതിന്റെ ഉദ്ദേശ്യം? അല്ല, മഹാരാജാവ് 26-ാം തീയതി ഫ്രീ ആണോ? അതെ, ഫ്രീ ആണ്. എന്താണെന്ന് അരുളി ചെയ്താലും. എന്നാ 26-ാം തീയതി നമുക്കൊരു യുദ്ധം ചെയ്താലോ? അമേരിക്ക കൊടുക്കണം. ഈ പാവം പിടിച്ച് എന്നെ തൊട്ട് വരാറ്. പാല തകർക്കുന്നുണ്ട്. ചടുലമായ നൃത്തച്ചുവടുകൾ കൊണ്ട് എന്റെ മനസ്സിനെ കോരിത്തരിപ്പിച്ച കാനനസുന്ദരി നീ ആരാണ്? ഞാൻ അനസൂയ, ശാന്തി ആശ്രമത്തിലെ ജനികുരുവിന്റെ മൂത്തപുത്രി അനസൂയ. ഞാൻ ഇനി സ്വർഗത്തിൽ കട്ടവും പാടുന്നില്ല. ഞാൻ പോയി കഴിക്കുവാനുള്ള കായ്കനികൾ ശേഖരിച്ചിട്ട് വരാം. ശരി, പോയി വരും. ഒറ്റ നോട്ടത്തിൽ തന്നെ അപ്സരസുകളെ പോലും തോൽപ്പിക്കുന്ന നിന്റെ സൗന്ദര്യത്തിൽ ഞാൻ ആകൃഷ്ടനായിരിക്കുകയാണ്. വരൂ അനസൂയ, വരൂ. അരുത് ഭവതി, അരുത്. എന്നെ ശപിക്കരുത്. ഞാൻ അറിവില്ലായ്മ കൊണ്ട് പുറമ്പിപ്പോയതാണ്. എന്നോട് ക്ഷമിക്കണം. അയ്യോ, ഒരു മിനിറ്റ്. എടാ ചിരിക്കല്ലേ. എടാ, ഇത് ശപിക്കുന്ന സീനാ. ഈ സീന് ചിരിക്കാൻ പാടില്ല. അയ്യോ, അങ്ങനെ കോമഡി എപ്പോഴാണോ വരുന്നേ? കോമഡി അടുത്ത രംഗമാണ്. അതിൽ അടിപൊളി കോമഡിയാ. ചിരിച്ചു മരിച്ചു. എന്നാ കോമഡി വരുമ്പോ ഒന്ന് പറഞ്ഞേക്കണേ. ഓക്കെ. ശരി, ഓക്കെ. എന്നെ ശപിക്കല്ലേ. രംഗം 2. ഉൾക്കാട്. രംഗത്ത് രാജാവും ഭടനും. സുരേഷേ, ഇതാണ് കോമഡി. ഇതിനകത്ത് ചിരിച്ച് തകർത്തോ? ഓക്കെ എന്നാ, ഓക്കെ. എന്ത് മധുരമാണ് ഈ പഴത്തിന്. പഴത്തൊലി ഇവിടെ ഇടാം. രാജാവ് വരുമ്പോ തെന്നി വീഴും. അയ്യോ, ഞാൻ പഴത്തൊലിയിൽ ചവിട്ടി വീണേ. ഞാൻ പഴത്തൊലിയിൽ ചവിട്ടി വീണേ. ഞാനേ പഴത്തൊലിയിലാണ് ചവിട്ടി വീണത്. എടാ സുരേഷേ, ഇതാണ് കോമഡി. ഒന്ന് ചിരിക്കി. അല്ല, എടാ അന്ന് പറഞ്ഞു കേട്ടില്ലയോ, ഇതാ കോമഡി എന്ന്.
ബാക്കി ക്യാസറ്റ് ഇട്ടോ. രക്ഷിക്കൂ, രക്ഷിക്കൂ. അവധി എന്തു പറ്റി? എന്തു പറ്റി? എന്നോട് പറയൂ. എന്നെ ആക്രമിക്കാൻ ദേവദാസന് വന്നു. പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു. നീ ആയുധമെടുക്ക്. യുദ്ധം ക്ഷത്രിയന്റെ ധർമ്മമാണ്. എടുക്കുക ആയുധം. എന്നെ വെല്ലുവിളിക്കാൻ നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? നിന്നെ ഞാൻ കൊന്ന് നിന്റെ രക്തം കുടിക്കും കുടിക്കും കുടിക്കും. ഒട്ടും ഓർന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് അവനെ നിഗ്രഹിക്കൂ. എന്നെ നിഗ്രഹിക്കാൻ ഉള്ള ശക്തി നിനക്കില്ല. എന്റെ ഇടുമ്പോ അയ്യോ യുവമാരെ കൊണ്ട് തോറ്റ്. എടാ ചിരിക്കല്ലേ ചിരിക്കല്ലേ, ഇത് പേടിക്കുമ്പോ തീര. ബാക്കി ക്യാസറ്റ് ഇട്ടോ. ഹേ പത്മാസുര, എന്നേക്കാൾ ശക്തനാണ് നീ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി എന്നോടൊത്ത് യുദ്ധം അയ്യോ എടാ എന്താ പറ്റിയത്? അണ്ണാ കാസറ്റ് കുറുകി പൊട്ടിപ്പോയി. കാസറ്റ് കുറുകി പൊട്ടിപ്പോയോ? അയ്യോ എന്താ ചെയ്യാൻ? നീ ഒരു പണി ചെയ്യേ. അതുകൊണ്ടേ ഒട്ടിക്ക്. അപ്പൊ അതുവരെ ഞങ്ങൾ പറഞ്ഞു കളിച്ചോളാം. ഓ ശരിയെന്നാ. ഓക്കെ ഓക്കെ ഓക്കെ. ആരുടെ കൂന്നത്? പോവാനായിട്ട് ഇവിടെ ആരെങ്കിലും തുണിയില്ലാണ്ടിരുന്നോ? നിനക്കൊക്കെ ഇല്ലട അമ്മയും പെങ്ങന്മാരും. ഞാനങ്ങോട്ട് ഇറങ്ങി വന്നാലേ എന്റെ കയ്യിൽ നഖമുണ്ട്. എല്ലാത്തിനും നേരത്തെ നിർത്തിനുള്ളിൽ തരുന്ന നീ ഉടക്കുണ്ടാക്കല്ലേ. അകത്ത് പോ അകത്ത് പോ. അല്ല പിന്നെ ദേഷ്യം വരത്തില്ലേ? ഇതാ നീ പോയിട്ട് വസ്വാസമായിട്ട് പോ അകത്ത് പോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എടി അനസൂയെ അനസൂയെ. ഓ ഇവക്കടെ പേരെന്താ? എടി കുഞ്ചക്കാട്ട് രമണി. എന്തിനാ കിടന്ന് വളാള പ്യാച്ചിക്കൊണ്ടിരിക്കണേ? നീ ഇങ്ങോട്ട് വന്നേ. കാസറ്റ് കുരുങ്ങി പൊട്ടിപ്പോയി. ഇനി നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞു കളിക്കാം. പറഞ്ഞാൽ അങ്ങനെ ശരിയാവണ്ണ. എടി നിന്റെ സീം ഒന്ന് പറഞ്ഞു കളിച്ചാൽ മതി. നീ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞൊരു സ്റ്റേജിലേക്ക് വരണം. മനസ്സിലായോ? വെട്ടിപ്പിളക്കാൻ വേണ്ടി ചെയ്യാം. ലൈറ്റ് ഇട്ടോ ലൈറ്റ് ഇട്ടോ. അനസൂയ ഓടിവാ ഓടിവാ. എന്നെ പൊന്നിരായെന്നാണ് എന്റെ മണ്ട വെട്ടിപ്പിളക്കാൻ എന്റെ ഭസ്മാസുരം വന്നിരിക്കണെന്ന്. ഭസ്മാസുരമ്മ ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഭസ്മാസുരം കടന്നു പോവാ. എന്തിനാ കട്ടലേ? അതല്ല. ഹേ കാട്ടാള, സ്ത്രീകളോട് ആക്രമിക്കരുത്. ഇങ്ങനെ ഇത് നശിപ്പിക്കും. ആക്രമിക്കരുത്. നീ ആയുധമെടുക്ക്. ക്ഷത്രിയന്റെ മർമ്മമാണ്. ധർമ്മമാണ് യുദ്ധം. ഭസ്മാസുരം പറ. നിന്നാണ് ഈ ഡയലോഗ് ഇതിലില്ലല്ലോ. അതിനല്ലേ എന്നെ കണ്ടാക്ക് വിളിക്കണേ. എന്തിനാ അന്ന് എന്തിനും നടത്തില്ലെന്ന 10 മിനിറ്റ് കൂടുതൽ പാല് കളിക്കുന്നുണ്ടെന്നാ. ഇപ്പൊ പോയിട്ട് ഒതുങ്ങോ? ആൾക്കാർ ഇളവി തുടങ്ങിയിട്ടുണ്ടെന്നാ. ഇളവി തുടങ്ങിയിട്ടുണ്ട്. അന്ന് എന്തിനു പറഞ്ഞാലും നാളെ നേരം 11 കഴിഞ്ഞാൽ തന്നെ ഞാൻ 40 ഭാഗത്തിന് സിമെന്റിന്റെ കോൺക്രീറ്റ് പണിക്ക് വന്നിരിക്കുന്ന. ശരി എന്നാ ശരി. അപ്പോൾ ശരി. കേട്ടോള ഇനി വന്നാണ് വന്ന കൊല്ല്. കൊല്ലാനൊന്നും പോകണ്ട, അവിടെ നിൽക്ക്. അടുത്തത് അനസൂയയുടെ ഡയലോഗാണ്. വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടെന്ന് അവനെ നിഗ്രഹിക്ക്. ശരി വളവള പ്യാച്ചു കൊണ്ടിരുന്ന കാര്യമില്ല. ഞാൻ എത്രയും പെട്ടെന്ന് നിഗ്രഹിക്കാനല്ല നിഗ്രഹിക്കാൻ. എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ഇനി ഭസ്മാസുരം പറ. ഞാൻ പറഞ്ഞോളാം. KSRTC ബസ് സ്റ്റാൻഡിൽ ഒറ്റക്കാലി തപസ് ചെയ്ത് വരം മേടിച്ച ആളാ ഞാൻ. കൊല്ലും. ചന്ദ്രണ്ണ കാസറ്റ് ഓക്കെ ആയി. കാസറ്റ് ഓക്കെ ആയോ? എന്റെ ദൈവമേ, ദൈവഭാഗ്യം. അതെ കാസറ്റ് ഓക്കെ ആയി. എല്ലാവരും നിന്ന പൊസിഷനിലൊക്കെ നിന്നോ. റെഡി. എടാ ഇട്ടോ ഇതൊക്കെ കാസറ്റ് ഇട്ടോ. ഇടാൻ പോകുന്നു. ഇതോടെ ഞങ്ങളുടെ പാല് തീർന്നു. അയ്യോ എടാ കുറച്ച് റീവൈൻഡ് ചെയ്യരുത്. ഓക്കെ ഇതൊക്കെ റിവൈൻഡ് ചെയ്തോ? എന്നാ ഇട്ടോ. പാല് ആരംഭിക്കുന്നു. അയ്യോ എടാ കുറച്ച് ഫോർവേഡ് ചെയ്യേ. കുറച്ച് ഓടിക്കട്ടെ. കുറച്ച് ഓടിക്ക്. ശരി എന്നാ ഇതൊക്കെ ഓക്കെ ഇട്ടോ. ഇതോടെ ഞങ്ങളുടെ പാല് തീർന്നു. അയ്യോ എടാ കുറച്ച് അതിന്റെ നേരത്തെ വെച്ചത്. കുറച്ച് നേരത്തെ ഓടിച്ചേ. എനിക്ക് അന്നാ റിവെഞ്ച് വർക്കാവുന്നില്ലെന്ന്. നീ അതൊന്ന് ഞെക്കിപ്പിടിച്ചേ. ഞെക്കിപ്പിടിക്കട്ടെ. ഞെക്കിപ്പിടിച്ച് അണ്ണാ ഇപ്പൊ കാസറ്റ് ശരിയായോ? ഇല്ലെന്നാ കാസറ്റ് പൊട്ടിപ്പോയി. കിടന്നിട്ടിരിക്കുന്നത് കാസറ്റ് പൊട്ടിപ്പോയവന് ഇങ്ങനെ കിടന്ന് ചിരിക്കണോ? കാസറ്റ് പൊട്ടി പോലോ പൊട്ടിയില്ല പോലോ മേടിച്ച കാശിന് ഞങ്ങൾ കൃത്യമായിട്ട് ജോലി ചെയ്തിരിക്കും. ചിരിക്കടാ. അയ്യോ എന്റെ പൊന്നല്ലേ. ചിരിക്കലടാ. കോമഡി സീൻ ഇനിയും വരുന്നുണ്ട്. നിർത്ത്. നിന്റെ താരം ഗവൺമെന്റ്
ചന്ദ്രണ്ണ ഞാൻ സൈഡിൽ കൂടെ വെട്ടി വലിക്കട്ടെ. അതാ നിനക്ക് നല്ലത്. അല്ലെങ്കിലേ ഇവിടുന്ന് കിട്ടും ബാലയെ നടിക്കും ഒരു ബാലതാരത്തെ. നീ രക്ഷപ്പെടുന്നില്ലേ? അയ്യടാ ചുണക്കുട്ടന്മാരായ കമ്മിറ്റിക്കാരെ ഇപ്പൊ സ്റ്റേജിലേക്ക് പാഞ്ഞിങ്ങോട്ട് വരും. ഞാൻ അവരെയൊക്കെ പരിചയപ്പെട്ടിട്ടേ പോകൂ. ഇന്ന് ശരിക്കും പരിചയപ്പെടും. ഇതിനിടയ്ക്ക് ആരാ ജിഞ്ചറ അടിക്കുന്നത്? ജിഞ്ചറ അടിച്ചില്ല അല്ലണ്ടാ, പിന്നെ പേടിച്ചിട്ടെന്റെ പല്ലുകൾ കൂട്ടിയിടിക്കുന്ന സൗണ്ട് ഉണ്ടോ? അടുക്കരുത് ഞാനാ പറയണത്. ഒരാളെ കൊന്നതുകൊണ്ട് ഒരു സമൂഹം രക്ഷപ്പെടില്ല. അടുക്കരുത്. നിന്നെ തല്ലിയിട്ടോ കയ്യോ കാലോ കൊടുത്തിട്ടോ ഒരു കാര്യമില്ല. കാര്യം നീ പൂച്ചറ എരുമോ പിന്നെ നീ വരും. ഒരു 10,000 പേര് നീ പറമ്പല്ലായിരുന്നു ഇത്. അതെ, ഇവിടെ എത്ര പേരുണ്ട്? 8 പേര്. ബാക്കിയുള്ള പോയി മൂത്രം ഒഴിക്കാൻ പോയി കാണും. ഒരുമിച്ചങ്ങ് മൂത്രം ഒഴിക്കാൻ മുട്ടിയോ? മനുഷ്യന്റെ കാര്യമല്ലേ, മുട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാലും 8 പേരെങ്കിലും ഉണ്ടല്ലോ. ഈ 8 പേരോ? എടാ ഈ 8 പേര് ഇവിടുത്തെ മൈക്ക് സെറ്റിന്റെയും സ്റ്റേജിന്റെയും കടന്റെയും ഒക്കെ ആൾക്കാരാ. നീ ഇവിടെ നിറങ്ങിട്ട് വേണം അവർക്ക് ഇത് ഇവിടെ നരിച്ചോണ്ട് പോകാൻ. അടുത്ത വർഷം ഞാൻ ഫ്രീ ആയിട്ട് ബാലയെ നടത്തി തരാം അണ്ണാ. ചേട്ടാ നിന്റെ പരിപാടി ഇവിടെ നടത്തുന്നതിനേക്കാളും ഭേദം ഞങ്ങൾ നടത്തുന്ന സമൂഹ സദ്യ വിഷം കളത്തുന്ന അല്ലയോടാ. ഇങ്ങോട്ട് മോറി നിൽക്കണോ? അടുക്കരുത് ഞാനാ പറയണത്. എടാ സുഖു അതിങ്ങനെ കൊണ്ടുപോടാ.